നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ജൂതത്തെരുവ് കാണാനായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫോണിന് ചാർജ് ഷോക, അതാണ് പ്രശ്നം. കുത്തിയിടാൻ പറ്റിയില്ല. ആള് വിളിച്ചപ്പാടാട്ടോ. ആളുടെ വീട് ആലപ്പുഴ ആളുടെ വീട്. നമ്മുടെ സൈക്ലിംഗ് ഗ്രൂപ്പിനകത്തുള്ള. ഈ ഗ്രൗണ്ടിലാണ് അപ്പോൾ നമ്മുടെ മറ്റേ നക്ഷത്രമരോ അതിൻ്റെ പേര് ഇതേ കാണണല്ലേ, അത് കാണുന്ന നക്ഷത്രമരം ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. ഇവിടെ പൂട്ടിയൊക്കെ അല്ലെങ്കിൽ കയറി കാണാറുന്നു. ഏതാ ഫുട്ബോളാ? ISL-ൻ്റെ ISL-ൻ്റെ ഇവിടെ പ്രാക്ടീസ് നടന്നുണ്ട് ഈ ഗ്രൗണ്ടില്. ഈ വഴിയാണ് നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണില്ലേ ഈ മുള്ളിൻ്റെ ഇത് കിട്ടണേ, അത് നേവിയുടെ സ്പേസ്. അത് ഇവിടെ കുറച്ച് ആ വഴിയും പോകുന്ന തോന്നുന്നു ലേട്ടി. ആ വഴിയും പോകാൻ പറ്റില്ലേ? ആ വഴി ഫോർട്ട് കൊച്ചിയിലോട്ടെ. കേട്ടില്ല? കൊച്ചി മിനാലൊക്കെ നടക്കുന്നത്. ഫ്ലാറ്റൊക്കെ ഉണ്ട്. ഈ നേവിയുടെ ആൾക്കാരായിരിക്കും. ഇത് ഫുള്ള് നേവി സ്പേസ് ആണോ ഇവിടെ? അല്ല, ഇതിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നൊക്കെ നോർമൽ വീടുകൾ. ഓ സോറി. ആ കാണുന്ന നേവിയുടെ ആയുധങ്ങളൊക്കെ ഇങ്ങനെ സ്ഥലമാണത്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കാണാൻ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നടക്കുന്നില്ലേ? അത് ഞാനൊരു തവണ വന്നിട്ടുണ്ട് അവിടെ. അതിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി. അവിടെ കയറി ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കുറേ ഡ്രോയിങ്ങും അതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ടൈമിലാണ് വന്നിട്ടുണ്ട്. എന്നെ വലിപ്പം നോക്കിയല്ലേ ഈ മരത്തിന്. സത്തം മിച്ചം ഇരുന്നാലും ഇപ്പം നമ്മൾ നിൽക്കുന്നത് നേവിയുടെ മ്യൂസിയത്തിലാണ്. ഇതാണ് നങ്കൂരം. ഇത് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കാണുന്നത്. മിസൈലാണ് തോന്നുന്നു വെള്ളത്തിലുള്ള. ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് ശരിക്കും ഞാൻ വന്നത്. ഒരു കപ്പൽ വിചാരിച്ചിട്ടുണ്ടല്ലേ. ഇത് മിസൈലാന്ന് തോന്നൂല്ലേ, മറ്റേ വെള്ളത്തിനടി കിടപ്പിട്ട് പൊട്ടിക്കണേ. വായിക്കാൻ പറ്റുന്നവർ വായിച്ചെടുത്തോട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. നമുക്കിത് വായിച്ചെടുക്കലൊക്കെ ഭയങ്കര പാടാണ്. എൻ്റെ അകത്തൊരു കപ്പലാട്ടുള്ളത്. ഇത് അതിൻ്റെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഉണ്ടോ ചെറിയൊരു കപ്പൽ. ഇതൊക്കെ ഓരോരോ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം എന്തൊക്കെയാണ് കറക്റ്റ് പറഞ്ഞാൽ ടാസ്ക്കാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. കൊച്ചിയിലാണുള്ളത്. ഞാൻ ഇത്ര നാളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ അകത്ത് വന്നത്. കണ്ടില്ലേ, അതൊക്കെ ഓരോ സാധനങ്ങളാണ്. ഒരാളുടെ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു. ഇതൊക്കെ ഒറിജിനൽ തന്നെ ആയിരിക്കുമല്ലോ ടീ. തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇത് അണ്ടർ വാട്ടർ മൈനായി കാണുന്നത്. ബോംബ് വെള്ളത്തിനടി വെച്ച് പൊട്ടിക്കും. ഇനി നമ്മളടുത്ത് കാണാൻ പോണത് ഒരു ഹെലികോപ്റ്ററാണ്. വലിയൊരു ഹെലികോപ്റ്റർ. ഇത് ഒറിജിനലാട്ടോ സാധനം. ഒറിജിനൽ ഹെലികോപ്റ്ററാണ്.
നമ്മളവിടെ കണ്ടില്ലേ ഓരോ കപ്പലിൻ്റെ ഇതൊക്കെ, കപ്പലിൻ്റെ ഈ കപ്പലിൻ്റെ ഓരോ ഡെമോയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലേ. ഇതിൻ്റെ ഓരോ ഡെമോ കാര്യങ്ങളൊക്കെ അവിടെ. ഇപ്പോൾ നമ്മൾ കണ്ട വലിയൊരു ഹെലികോപ്റ്റർ ഇല്ലേ, ആ ഹെലികോപ്റ്ററാണ് ഈ കാണുന്നത്. 1970-71 ഹെലികോപ്റ്റർ അത്. ഇതാണ് കൊച്ചിയിലുണ്ടാക്കിയത്, വിക്രാന്ത്, INS വിക്രാന്ത്. ഇത് കാണാൻ പറ്റുമായിരുന്നെങ്കിലേ. ഇതൊരു ബ്രിട്ടീഷുകാരെ കാലത്തുള്ള സാധനമാണ്. നോക്കണല്ലേ ദൂരത്തായിട്ട് സാധനം. ഇത് ഫുള്ള് മരത്തി ചെയ്തേക്കുന്നുണ്ട്. ഇത് ബുള്ളറ്റൊക്കെ ഉണ്ടാവും. ഇത് മറ്റേ നോക്കണത് ദൂരത്തായിട്ട് നോക്കണല്ലേ. ഓരോ പെയിൻറ്റിങ്ങളൊക്കെ. ഓരോ മാപ്പ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇല്ലേ. ഇതൊക്കെ മറ്റേ സിമെന്റിനകത്ത് ചെയ്ത് വെച്ചാൽ നല്ല രസം നോക്കി തരുന്നതാണ്. 3D ഫീലിംഗ് അതിനകത്ത്. ഇതെല്ലാം മനസ്സിലാവണ്ടോ എന്നിട്ട്? ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ആ പട്ടം കയറിയില്ലേ? ആ ഇതെന്തൊക്കെയാന്ന് കറക്റ്റ് പറഞ്ഞാൽ അറിയാൻ പാടില്ല. ഇത് യുദ്ധമൊക്കെ നടക്കുന്നതിൻ്റെയാണ് ഇതൊക്കെ. ഒടുവിൽ നമ്മൾ കണ്ടെത്തി ജാതിക്കുരു, ജാതിപ്പത്തിരി, കുരുമുളക്, മഞ്ഞൾ, ഏലം, ഇഞ്ചി. ഇത് നിൽക്കുന്നു താടിക്കാരൻ വാസ്കോഡ് ഗാമ. പുള്ളിയുടെ ചിങ്കിടി ആയിരിക്കുമല്ലോ ഇത്. ആ മരക്ക അറബിക്കടല സിംഹം. എന്നെ സെറ്റപ്പായിട്ടുള്ള ചെയ്ത് വെച്ചത് ഇത് ശരിക്കും എന്താ പറയുക, നമ്മുടെ ഈ കാണുന്നൊക്കെ ഇല്ലേ, ഈ കാണുന്ന ശരിക്കും മറ്റേ എന്നാ പറയുക, സിമെൻറ്റ് 3D എഫക്റ്റ് ചെയ്തേക്കണേ തോന്നുന്നല്ലേ. കഴിവൊന്നല്ലേ
നല്ല കനമുണ്ട്. ശരിക്കും ഇത് വരച്ചവർ സമ്മതിക്കോട്ടെ, തന്നെ നല്ല രസമല്ലേ. ശരിക്കും ഇങ്ങനെയാണ്ടൊരു ഫോട്ടോ എടുത്തിൻ്റെ ഒറിജിനലായിട്ട് തന്നെ തോന്നുള്ളൂ. നിൽക്കുന്ന സാധനമാണ് ഈ കാണുന്നത്. അത് മടക്കി ഒടിച്ച് വെച്ചെങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്. ബെല്ലടിച്ചാലോ? ടിങ് ടിങ്. നേവിക്കാർ തലക്കെട്ട് തേമ്പ്. ഇത് വടക്ക് നോക്കി യന്ത്രമാണല്ലോ ഇത്. അല്ലേ ഇത് വടക്ക് നോക്കി യന്ത്രമാണല്ലോ. കപ്പലിൽ വെക്കുന്ന നാട്ടുകാർക്ക് ഇത് മറ്റേ സേഫ്റ്റി കയറിയണത്, വെള്ളത്തിൽ പോയി കിടക്കണേ. കപ്പലിൻ്റെ ആയിരിക്കും. പണ്ട് കാലത്ത് വെറുതെ ഓരോ സ്ഥലങ്ങളൊക്കെ എഴുതി വെക്കും. പണ്ട് കപ്പലിൽ പോകാൻ നേരത്ത് ഒരു നാവികനും ഒരു കഥയെഴുത്തുകാരനും ഒരു റൂട്ട് പേപ്പറും ഉണ്ടാവും എഴുതി വെക്കാൻ വേണ്ടി. എന്നിട്ട് ആ ഏരിയ നമ്മുടെ അതിൽ നിന്ന് എഴുതി വെക്കും. ഒരുപാട് ആൾക്കാർ കാണുവാണ്. ആദ്യമാണ് ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കും, ചിലയിടത്തുമ്പോൾ അവർക്ക് വിടും. അവരെ അടിമകളാക്കി അവരുടെ കാര്യങ്ങൾ നോക്കാനും അടിമക്കണ്ണാക്കി. പിന്നെ യുദ്ധം നമ്മൾ മേടിച്ചു വീണ്ടും. നടത്താൻ പറ്റില്ല കേട്ടോ. ഡ്രോണൊന്നും അല്ല ഇവിടെ ഉണ്ടോ? അല്ലല്ലോ, അങ്ങനെയാ ചില എയർപോർട്ടിലൊന്നും ഡ്രോൺ ചെയ്യാൻ പറ്റില്ലല്ലോ. ശരിക്കും ഞാൻ ഈ വഴി ഫസ്റ്റ് ടൈം തന്നെ. നമ്മൾ അപ്പുറത്തേട്ടൊക്കെ പോകണ്ടെങ്കിലും ഇങ്ങോട്ടേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇല്ലല്ല. ആ ഒത്തിരി കാണാനുണ്ട് കൊച്ചിയിൽ. ആ നമ്മളീ കാണുന്നതാണ് വൈപ്പിൻ ബീച്ച്. വൈപ്പിൻ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോണത് സൈക്കിളിൽ. പക്ഷെ ആ കപ്പൽ കാണാനും കൂടി പറ്റില്ല. അവിടെ ഒരു വഞ്ചിയുണ്ട്, അതിൻ്റെ അങ്ങ് അറ്റത്തൊരു കപ്പലും ഉണ്ട്. കപ്പൽ മാത്രം കാണാൻ പറ്റില്ല, കണ്ണിന് കാണാൻ പറ്റില്ല. പിന്നെ മൊബൈലിൽ അത് 3 ഉണ്ടല്ലോ. ഒരു കപ്പലാണ് ആ പോണത്. അത് ഉൾക്കടലിലോട്ട് വേണേ തോന്നുന്നു. അത് മറ്റേ ഈ മണ്ണ് വരുന്ന കപ്പലാണെന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ലാത്തത് നമ്മൾ സമ്മതിച്ചു. അല്ല വേറെ വഴിയില്ലോ, ആവാനും ആവാണ്ടിരിക്കാനും. ഇത് മദ്ദാമിനോട് ഒന്ന് ഫോട്ടോ എടുത്താലോ?
നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ജൂതപ്പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് കഴിച്ചു, മീൽസ് കഴിച്ചു. ഈ തന്നെയാണ് പ്രേമത്തിൽ മറ്റേ കോഴി പുള്ളി വന്നിരിക്കുന്നത് ഇവിടെ. പ്രേമത്തിൽ അവൻ്റെ എന്താ പറയുക, ഇവിടെ കേക്കിൻ്റെ ഇത് ഇവിടെയാണ്. ഓ കൊച്ചിയുടെ ഉള്ളേരിയകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭയങ്കര നിഗൂഢമായ സ്ഥലങ്ങൾ പോലെ ഉണ്ടല്ലേ. ഇതിൻ്റെ അകത്താണ് മറ്റേ ജൂതപ്പള്ളിക്കുള്ള കൂനൻ കുരിയച്ഛൻ്റെ പള്ളി. പ്രാന്തം കുരിയച്ഛൻ നമ്മുടെയുള്ള പ്രാന്തം കുരിയച്ഛനാണ് വെട്ടിക്കീറും. പ്രാന്തം കുരിയച്ഛൻ്റെ പള്ളി. ഇതാണ് മൈക്കിളച്ചാൻ പറയുന്ന പള്ളി, പ്രാന്തം കുരിയച്ഛൻ്റെ പള്ളി. പോയിക്കൊണ്ടിരിക്കുന്ന ജ്യൂസ് സ്ട്രീറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ആൻറ്റി കളക്ഷൻസ് ഒക്കെ ഇവിടെ. ആൻറ്റി അങ്ങനത്തെ പച്ച കാണാൻ നമ്മുടെ ഹെൽമെറ്റ് കേട്ടോ. ഇത് ഞാനും